உனது மனதுக்கு வலிக்கவில்லை உனது உணர்வினும் குறையவில்லை குறைந்தால் கண்கள் கலங்கி விடும் வழியே உயிரே போகி. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോണത് നിങ്ങളിപ്പോൾ കണ്ട പോലത്തെ സ്റ്റാറ്റസ് എങ്ങനെ നമ്മുടെ ഫോണിൽ കൈൻ മാസ്റ്റർ ഉപയോഗിച്ച് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ആപ്പിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കണ്. അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്ത ഫയലുണ്ട്, 2-3 വീഡിയോസൊക്കെ ഉണ്ട്, അതും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കണ്. നിങ്ങൾക്ക് അതിൽ കയറി ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കണ്ട ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ ഏതെങ്കിലും ടൈപ്പ് വീഡിയോസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ കഴിഞ്ഞിടത്തോളം വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് കാണുന്ന സെൻറ്ററിൽ കാണുന്ന ആ പ്ലസ് ഐക്കൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് റേഷ്യോയിലാണോ നിങ്ങളുടെ വീഡിയോ വേണ്ടത് ആ റേഷ്യോ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് 1:1 ആണ്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ 1:1 സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മീഡിയ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. എന്നിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ടിക്ക് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. അത് എന്നിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര സെക്കൻഡാണോ നിങ്ങളുടെ വീഡിയോ വേണ്ടത് ആ സെക്കൻഡ് വരെ നിങ്ങൾക്ക് ഇത് ഈ എൻഡ് പിടിച്ചിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സെക്കൻഡാണോ വേണ്ടത് അതുവരെ ആക്കാം. ടിക്ക് കൊടുത്തതിന് ശേഷം അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് വേണ്ട ഫോട്ടോ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ലെയർ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക. എന്നിട്ട് മീഡിയ പ്രസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഏത് പിക്കാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പിക്ക് ഇവിടെ വരും. അതും നേരത്തെ ചെയ്ത പോലെ എൻ്റെ നിന്ന് വലിച്ച് നിങ്ങളുടെ എത്ര സെക്കൻഡാണ് നിങ്ങൾക്ക് വേണ്ടത് അതുവരെ കൊണ്ടുപോയി വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ 3 ഓപ്ഷൻ കാണാം വലുതായിട്ട്. അതിൽ സെൻറ്ററത്തെ ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. അതിൽ രണ്ടാമത്തെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പിക്ക് ഇങ്ങനെ വലുതാവും, ഫുൾ സ്ക്രീനാവും. അങ്ങനെ ആക്കിയതിന് ശേഷം നിങ്ങൾ ആ പിക്കിൻ്റെ മുകളിൽ ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ടിക്ക് കൊടുത്ത ശേഷം നമ്മുടെ പിക്ക് സെറ്റായി. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ എഫക്റ്റ് കൊടുക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ചില വീഡിയോ കാണാം കുറേ എഫക്റ്റുകളൊക്കെ വരുന്നത് കാണാം. അതെങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലെയർ എന്നുള്ള ഓപ്ഷനിൽ പോവുക. ഇവിടെ കാണാം എഫക്റ്റ് എന്ന്. അതിൽ നിങ്ങൾക്ക് എഫക്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ എഫക്റ്റ് കാണാം. ഇത് നിങ്ങൾക്ക് കുറേ എണ്ണം ഇല്ലെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ ഈ കൈൻ മാസ്റ്ററിൻ്റെ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. KB അങ്ങനെ സംതിങ്ങേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ട എഫക്റ്റ് ആയിരുന്നു ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഏത് എഫക്റ്റാണോ, എല്ലാ എഫക്റ്റും വെച്ച് നോക്കുക. ഏത് എഫക്റ്റാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ എഫക്റ്റ് വെക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എഫക്റ്റ് ഗ്ലിച്ച് പറഞ്ഞൊരു എഫക്റ്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇങ്ങനെ ഗ്ലിച്ച് വാരി വരുന്നത്. അത് ടിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം ആ എഫക്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അത് എന്നിട്ട് കുറച്ച് വലുതാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ലെയർ ചെറുതാക്കുക മീൻസ് ഇതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കുക. ലെങ്ത്ത് നല്ലോണം കുറച്ച് വെക്കുക. വെച്ചതിന് ശേഷം നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ ഈ ലെയറിനോട് പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ 3 ഡോട്ട് കാണാം. ആ ഡോട്ടോട് പ്രസ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണാം ഫസ്റ്റ് തന്നെ. അത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അങ്ങനത്തെ ഒരു 4-5 എണ്ണം ആക്കി വെക്കുക. ആക്കി വെച്ചതിന് ശേഷം ഒരു 4 എണ്ണം ആക്കുക. അതിന് ശേഷം നിങ്ങൾ ആ ലെയർ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ഈ ലെയർ നമ്മളെ വീഡിയോൻ്റെ ഓരോ ഭാഗത്ത് കൊണ്ടുപോയി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എഫക്റ്റാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫക്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ മതി. അപ്പോൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഫക്റ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം, എഫക്റ്റിൻ്റെ കാര്യം. എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ള കാര്യം ചെറുതായിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു എഫക്റ്റ് വരുന്നത് കാണാം. അപ്പോൾ എഫക്റ്റിൻ്റെ കാര്യം സെറ്റായി. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ സോങ്ങിനനുസരിച്ച് ഇങ്ങനെ ഒരു BGM ആയിട്ടൊരു സാധനം വരും.
ഒരു സ്പെക്ട്രാക്ടർ എന്ന് അതിനെ പറയാം. ആ സാധനം വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്ത് വെച്ചൊരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് താഴെ ലിങ്ക് പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക ആദ്യം. എന്നിട്ട് നിങ്ങളുടെ ലെയർ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് മീഡിയയിൽ കയറിയിട്ട് ആ വീഡിയോ ആഡ് ചെയ്യുക. അപ്പോൾ അതാണ് ഇപ്പം ചെയ്യുന്നത്. ആ വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. അത് നിങ്ങൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന 3 ഓപ്ഷനിൽ സെൻറ്ററിലത്തെ ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് അത് വലുതാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു ബ്ലാക്ക് കളർ. അപ്പോൾ നമുക്ക് ഈ ബ്ലാക്ക് ആവശ്യമില്ല. ഈ താഴത്ത് കാണുന്ന ഈ വിഷ്വലൈസർ മാത്രം മതി. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ലെയറിൽ പ്രസ് ചെയ്തിട്ട് ഈ റൈറ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് കാണാം. അത് താഴത്ത് ബ്ലെൻഡിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ബ്ലെൻഡിങ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് പ്രസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ബ്ലാക്ക് കളർ പോയി. നമുക്ക് വേണ്ട ആ സാധനം മാത്രം വന്നു. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ സാധനം സെറ്റായി. എന്നിട്ട് ഇതിൻ്റെ ഓഡിയോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഓഡിയോ പ്രസ് ചെയ്തിട്ട് മുകളിൽ 3 ഓപ്ഷൻ കാണാം. അതിൽ 3ാമത്തെ ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് ഈ ഓഡിയോ കുറച്ച് കൊടുത്താൽ മതി. 0 ആക്കുക. ഇല്ലെങ്കിൽ മുകളിൽ കാണുന്ന ഈ ഓപ്ഷൻ പ്രസ് ചെയ്താൽ നിങ്ങളുടെ ഓഡിയോ പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. 2 ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്കുള്ള ടെക്സ്റ്റും പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേരും. അതാണ് ആഡ് ചെയ്യുന്നത്. അതെങ്ങനെ ആഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ലെയർ പോയിട്ട് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് അടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടെക്സ്റ്റ് നിങ്ങൾക്ക് അടിക്കുക. അതിനുശേഷം ഇവിടെ 3 ഓപ്ഷനിലും ഫസ്റ്റത്തെ ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഫോണ്ട് കിട്ടും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണ്ട് സെലക്റ്റായി. എന്നിട്ട് ഈ ലെയർ വലിച്ച് നിങ്ങളുടെ വീഡിയോൻ്റെ അവസാനം വരെ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈസ് ആക്കുക. എന്നിട്ട് എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഞാൻ ആക്കി. അടുത്ത ഇതേപോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് അടിച്ചുണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരടിച്ചു. എന്നിട്ട് ഓക്കെ കൊടുത്തു. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ എൻഡ് വരെ ഈ ലെയറും എക്സ്റ്റെൻഡ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ സെറ്റായി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് കൊണ്ടുവച്ച് അടുത്ത് നമുക്കൊരു സോങ് ആഡ് ചെയ്യണം. സോങ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓഡിയോയിൽ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോങ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ആഡ് ചെയ്യും. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു സോങ്ങും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്ന് ആഡ് ചെയ്യാത്തത്. അത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനൊരു ഓഡിയോ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പ്ലസ് സൈക്കിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓഡിയോ ആഡ് ചെയ്ത് കാണാം. അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത നമ്മൾ സേവ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഈ ലെഫ്റ്റ് സൈഡിലും ഒരു ഷെയറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കയറിയിട്ട് എക്സ്പോർട്ട് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് സേവ് ആയി കിട്ടും. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോക്ക് ചുറ്റും ഒരു ഫ്രെയിം മാതിരി കാണാൻ സാധിക്കും. ആ ഫ്രെയിം ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിലെങ്ങനെയാണ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻഷോട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വീഡിയോസ് എന്ന് കാണാം. വീഡിയോസ്, ഫോട്ടോസ്, പിന്നെ കൊളാജ്. അപ്പോൾ അതിൽ വീഡിയോസ് എന്നുള്ള സെലക്ട് ചെയ്തിട്ട് ന്യൂ എന്നുള്ള പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ എഡിറ്റ് ചെയ്ത വീഡിയോ സെലക്ട് ചെയ്തിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇവിടെ വന്ന് അടുത്ത് ചെയ്യുമ്പോൾ നമുക്കിനി ഫ്രെയിം ആഡ് ചെയ്യണം. ഫ്രെയിം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ ഈ ഓപ്ഷൻസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് പ്രസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഫ്രെയിം ഏതാണോ, ഏത് കളറാണോ വേണ്ടത് സെലക്ട് ചെയ്യുക. ഇവിടെ വൈറ്റാണ് സെലക്ട് ചെയ്യുന്നത്. ആ വൈറ്റ് സെലക്ട് ചെയ്ത് ടിക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രെയിം ഇപ്പോൾ കാണാൻ കുറച്ച് വലുതാണ്. അപ്പോൾ അത് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷനിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ ഉണ്ട്, ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ട്. അത് പ്രസ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇങ്ങനെ ഒരു സ്ക്രോൾ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട സൈസ് ഏതാണോ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു സൈസ് ഇങ്ങനെ സെലക്ട് ചെയ്ത് എന്നിട്ട് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ
ചുറ്റുമുള്ള ബോർഡർ സെറ്റായി. അതിനുശേഷം നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് പ്ലേ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് വേണ്ട ഓഡിയോ പാടി ഞാൻ നേരത്തെ കാണിച്ചാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ സെറ്റായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ എങ്ങനെ ചെയ്യാമെന്ന് പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് മെസ്സേജ് അയയ്ക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള എല്ലാ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നെ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. അതിനെ പറ്റി എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യാം ഉറപ്പായിട്ടും. അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത